ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗ് നേതാക്കളും ഹൈക്കമാൻഡ് പ്രതിനിധികളെ കണ്ട് പുറത്തു വന്നതിന് ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞ 3 വാചകങ്ങളുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. ഇനി ഇത് ഇവരവിടെ പോയി ഡൽഹിയിൽ പോയിട്ട് അവരുടെ മുതിർന്ന നേതാക്കളോട് സംസാരിച്ച് അതിൻ്റെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കും. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നിലപാട് പറയും. ഇത് കേൾക്കുന്ന ഏതൊരു മലയാളിക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്തൊരു സമ്മർദ്ദ രാഷ്ട്രീയമുണ്ട്. CLP ലീഡറെ കോൺഗ്രസ് തീരുമാനിക്കുന്നതിന് അവർക്കെല്ലാ അവകാശവുമുണ്ട്. ജനാധിപത്യത്തിൽ എപ്പോഴും അങ്ങനെയാണ്. ഇതുവരെ കേരളത്തിൽ മുന്നണി സർക്കാരുകൾ ഭരിക്കുമ്പോഴെല്ലാം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടില്ല. പൊതുസമൂഹത്തിൻ്റെ ആശങ്ക നേരത്തെ മുതലേ നമ്മൾ പറഞ്ഞു കേട്ടത് UDF അധികാരത്തിൽ വന്നാൽ നിയന്ത്രണം മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കുമൊക്കെ ആയിരിക്കും. ഇത് വലിയ ചർച്ചയായതാണ് കേരളത്തിൽ. തുടക്കത്തിലെ കാണുന്നതും അതുതന്നെയാണ്. കഴിഞ്ഞ 10 വർഷം ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും, അങ്ങനെയാണ് ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത്. അത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം 10 വർഷം കൊണ്ട് നഷ്ടമായതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ UDFനെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സമ്മർദ്ദ രാഷ്ട്രീയം പൊതുസമൂഹത്തിനാകെ നല്ലതല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അല്ലാതെ കോൺഗ്രസ്സിന് ആര് നേതാവായാലും ഇവിടെ ആര് മുഖ്യമന്ത്രിയായാലും ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല.